കിട്ടിയാ ആണോ? ഞാനിപ്പോൾ പഠിച്ചത് ശരി. തുടങ്ങി 3 ഷിഫ്റ്റ് 3 പാർട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ശ്യാമേ ഒന്ന് കയറി നിന്നാവും. ലൈവ് ബിരിയാണി കുക്കിംഗ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ ഇവിടെ ഗസ്റ്റ് ആയിട്ട് ഡോക്ടർ റോബിനും വൈഫും എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മൊമെന്റ് ഭയങ്കര ഹാപ്പി ആക്കാനായിട്ട് അവരും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് എല്ലാവർക്കും ഒരു ക്ലാപ്പ് ചെയ്യാം, എല്ലാ ജഡ്ജസിനും. അതോടൊപ്പം തന്നെ ആയ സംഭവമായ കഴിഞ്ഞാ 3 പേര് വെച്ചിട്ട് നമ്മൾ ഭാഗത്തുനിന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്ക് ഇവിടെ നിന്ന് ഒരാൾ അവിടെ നിന്ന് ഒരാൾ അത് അങ്ങോട്ട് മാത്രം. അതെ 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 തീർച്ചയായിട്ടും അല്ലെങ്കിൽ മിക്സ് ചെയ്ത് തരും. ഈ സൈഡാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓ അതാണ് ബെസ്റ്റ്. ഓക്കെ ക്യാമറ നോക്കിയോ? ഓക്കെ. Bye. So happy to be with them. Okay. Cameras people. Oh, thank you. Oh no. Oh. ഇല്ലില്ല, ഞാൻ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വന്നത് അല്ലെങ്കിൽ പ്രശ്നമാവില്ല. എക്സ്പെരിമെൻറ്റ് കഴിക്കുന്നതാണെന്ന് വിചാരിക്കും. ഏതാ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ തോന്നും. താങ്ക് യു താങ്ക് യു. ശേഷം എല്ലാവർക്കും ട്രൈ ആവുന്നതാണ്. സോ ഈ ഒരു മൊമെന്റ് ജഡ്ജസിന് മാർക്കിടാനായിട്ടുള്ള ഒരു അവസരമാണ്. ബിരിയാണി പോലെ ഇരിക്കുന്നു. ഒരു സ്പൂൺ റോബിൻ ബ്രോ ഒരു സ്പൂണ് രണ്ട് കയ്യിലും ബിരിയാണി.
റോബിൻ ബ്രോ ഇത് ഏത് ബിരിയാണിയാണ്? റോബിൻ കൊടുക്കാവോ? വേറെ ഇതിലും പോണ്ടത് കിട്ടിയാ? അത് വലിയൊരു ജോലിയായിരുന്നു. എങ്ങനെയുണ്ട്? ഏത് ബിരിയാണിയാണ്? നല്ലൊരു ചോദ്യം. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഇതിൻ്റെ മസാല ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ട് സാധനം ഒരു നോക്കും. ടേസ്റ്റ് മാർഗത്തിന് പ്രശ്നമില്ല. വേറെ പലയിടത്തുണ്ടല്ലേ? ഉണ്ട്. ഈ ഇവരെ ഇത് യൂസ് ചെയ്യുന്നുണ്ടേ. ഓക്കെ സ്മെല്ല് നോക്കും. ഫ്ലേവർ വരുന്നത് നമ്മുടെ ബിരിയാണിയുടെ സ്മെല്ല് ഫ്ലേവർ വരുന്നത് റൈസിലാണ്. ആ റൈസിൽ അത് വന്നില്ലെങ്കിൽ ബിരിയാണി ആണോ? ഞാനിപ്പോൾ പഠിച്ചത് ഫ്ലേവർ വരണം. അതിന് തമ്മിൽ പിടിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ടേസ്റ്റാണ് അവിടെ സാധനമല്ലേ? ആളുകളെല്ലാം ടൈമിൽ വേണം. 3 പേരും ഓക്കെ. അതെ മല്ലിയിലുണ്ട്, മസാല ഉണ്ട്. എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ചേച്ചി എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ റോബിൻ ബ്രോ ബിരിയാണി സ്വന്തം ബിരിയാണി കഴിക്കുന്നു ഉണ്ടാക്കി? ബിരിയാണി കഴിച്ചാൽ അങ്ങനെ അല്ല. കഴിഞ്ഞ ലക്ഷം കഴിക്കും. മട്ടനാണോ ചിക്കനാണോ ബീഫാണോ? ഒന്നിനൊച്ച മെച്ചാണ്. അതാണ് നല്ലതല്ലേ. ഞാൻ ഫുഡിയാണ്, എല്ലാ ബിരിയാണിയും കഴിക്കും. ഇതിനും കൊള്ളാം, മട്ടനും കൊള്ളാം, ബീഫും കൊള്ളാം. ബ്രോവിന് ഇഷ്ടം? എനിക്ക് മട്ടൻ ബിരിയാണി. മട്ടനല്ല കുറച്ചുകൂടി അടിപൊളി. ബിരിയാണി എന്ന് പറയുമ്പോൾ മട്ടനാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷേ എല്ലാം കഴിക്കും. ഒരു കറക്റ്റ് സ്പോട്ട് ഉണ്ടാവില്ല, ഒരു ഫേവറേറ്റ് സ്പോട്ട്. മട്ടൻ എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് കൂടില്ലേ. മട്ടൻ്റെ സ്പോട്ട് ഉണ്ടോ? കറക്റ്റ് സ്പോട്ട് ഉണ്ടാവുമല്ലോ. കുറേ സ്ഥലത്ത് ഫുഡ് ആയതുകൊണ്ട് കുറേ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ടാവുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫുഡ് കുറ്റം പറയാൻ അറിയത്തില്ല. ഞാൻ എല്ലാ ഫുഡും കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ ഫുഡും നല്ലതാണ്. കുറ്റം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കുറ്റമല്ല, ജസ്റ്റ് കോംപ്ലിമെൻ്റ്. അല്ല, ഇന്ന് ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നല്ലോ, ഒരു എന്തായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ബ്രാൻഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയ്ക്കാണ് വന്നത്. ഓക്കെ. നടന്നുകൊണ്ടിരിക്കുന്നത്.
കഴിച്ചിട്ട് അപ്പോഴേ പോകും. അതിൻ്റെ ഇടയിൽ ലോഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനാ അത്? ഞാൻ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ, സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ആ വഴി പതിവായിരുന്നു. കോർപ്പറേറ്റ് കമ്പനി ആയതുകൊണ്ട് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. റിവീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ.